അതായത് നമ്മളെ വീട്ടിലേക്ക് നമുക്കൊരു സാധാരണ പെൺകുട്ടിയാണ് ആവശ്യം. അതെ. 10 12 വരെ പഠിച്ച ഒരു കുട്ടിയുടെ ആവശ്യമുള്ളൂ. അതെ. നമുക്ക് വേറെ ജോലിക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള താല്പര്യങ്ങളൊന്നുമില്ല, സാമ്പത്തികവും താല്പര്യമില്ല, ഒന്നുമില്ല. പിന്നെ എന്തെങ്കിലും തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളാണെന്നതിൽ അവർക്ക് എന്തെങ്കിലും തൊഴിൽ ഉണ്ടാക്കി കൊടുക്കാനും നമുക്ക് പറ്റും. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ട ജില്ലയിൽ എഴുമറ്റൂരിൻ്റെയും മല്ലപ്പള്ളീൻ്റെ എല്ലാം അടുത്തുള്ള ചാലാപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് രാഹുലിനെ കാണാനാണ്. രാഹുലിനെ പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം കേട്ടോ. രാഹുലിന് 1 വയസ്സുള്ളപ്പോൾ മെലിൻജൈറ്റിസ് ആ ഒരു അവസ്ഥ വന്നു, ആ ഒരു അസുഖം വന്നിട്ട് അവനിക്ക് വലത് കാലിൻ്റെ ഉപ്പൂറ്റി തറയിൽ പ്രസ്സായി നടക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ ചെറിയൊരു പക്വത കുറവും പഠന വൈകല്യമാണ്. അപ്പോൾ അവരുടെ വീട് ഇതാ കയറി വന്നിട്ട് ആ താഴെയുള്ള ഷട്ടറും കാര്യമൊക്കെ ഇവരുടെ തന്നെയാണ് കേട്ടോ. റോഡ് സൈഡിൽ ഇങ്ങനെയാണ് വീട് ഇരിക്കുന്നത്. ഇതാണ് അവരുടെ വീട്. ഓക്കെ, ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ. അച്ഛന് റിട്ടയർ നേവി ഉദ്യോഗസ്ഥനാണ്, അമ്മ റിട്ടയർ മിലിറ്ററി ഉദ്യോഗസ്ഥയാണ്. ഇപ്പോൾ അമ്മ ഓസ്ട്രേലിയയിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അവരോട് ചോദിക്കാം. നിങ്ങളെല്ലാവരും കൂടെ നിൽക്കണം, നല്ലൊരു പാർട്ട്ണറിനെ കണ്ടെത്താൻ കേട്ടോ. അപ്പോൾ ഇതാണ് രാഹുൽ. നടക്കുമ്പോൾ നടക്കാൻ അങ്ങനെ ബുദ്ധിമുട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. ആ കാലിൻ്റെ ഉപ്പൂറ്റി തറയിൽ തൊട്ടൂല എന്നുള്ളൊരു വിഷയം മാത്രമാണ്. എന്തൊക്കെയാണ് രാഹുലെ വിശേഷമോ? സുഖമാണോ? അപ്പോൾ അച്ഛനിവിടെ ഉണ്ട്. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ്? നല്ല വിശേഷം തന്നെ. അപ്പോൾ ഞാൻ തുടക്കത്തിൽ ചെറുതായിട്ടൊന്ന് രാഹുലിൻ്റെ അവസ്ഥ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ആ ഒരു മെലിൻജൈറ്റിസ് വന്നത് കൊണ്ടാണ് ഇത് സംഭവിച്ചത് അല്ലേ? അതെ. അത് ബ്രെയിനൊക്കെ ബാധിച്ചതാണ്. ബ്രെയിനിനെ ചെറുതായിട്ടൊന്ന് ബാധിച്ചു. അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ടാണ് കാലിൻ്റെ ചെറിയ ബുദ്ധിമുട്ട് വന്നതും. പിന്നെ ബ്രെയിനിനെ ചെറുതായിട്ട് അഫക്റ്റ് ചെയ്തുകൊണ്ടാണ് ആ ഒരു പഠന വൈകല്യം ഉണ്ടായി. അത് കാരണം ചെറുപ്പത്തിലെ 4ാം ക്ലാസ് വരെ ഇംഗ്ലീഷ് മീഡിയത്തിലായിരുന്നു പോയത്. അവിടുത്തെ ബുദ്ധിമുട്ട് കാരണം പിന്നെ മലയാളം മീഡിയത്തിലേക്ക് മാറ്റി. അതിനുശേഷം 7ാം ക്ലാസ് വരെ പോയി. 7ന് ശേഷം പിന്നെ ബുദ്ധിമുട്ടായ കാരണം പിന്നെ പോയില്ല. പിന്നെ സ്പെഷ്യൽ സ്കൂളിൽ കുറേ കാലമൊക്കെ പോയി. ടാബ്ലറ്റ് കാര്യങ്ങൾ എന്തുണ്ടോ? ഒരു ടാബ്ലറ്റ് ഉണ്ട്, അത് അന്ന് മുതൽ കഴിക്കുന്നത്. അത് എന്തിനുള്ളതാണ്? അത് ഈ അന്ന് പനി വന്ന്, അതായത് ഫിറ്റ്സ് പോലെ വന്നിരുന്നു. അപ്പോൾ അത് വീണ്ടും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം എപ്പോഴെങ്കിലും ഫിക്സ് വന്നിട്ടുണ്ടോ? പിന്നെ വന്നിട്ടില്ല. നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസിൽ പറഞ്ഞൊരു കാര്യമാണ്. അത് ഫിക്സ് ഒരിക്കൽ വന്നാൽ നമ്മൾ ടാബ്ലറ്റ് സ്ഥിരമായിട്ട് കഴിക്കണം. പിന്നെ അത് നിർത്താൻ പറ്റില്ല. പക്ഷേ പിന്നീട് ഫിക്സ് ഒന്നും വരുകയില്ല. അപ്പോൾ അത് നിർത്തുമ്പോൾ എന്തെങ്കിലും വരുമോ എന്നുള്ള പേടി കൊണ്ടാണ് പലരും അത് കണ്ടിന്യൂ ആയിട്ട് കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു വിഷയം നിങ്ങൾക്ക് മുമ്പേ വീഡിയോ കാണുന്നവർക്ക് അറിയാം. എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്ന കാര്യമാണ്. പിന്നെ അച്ഛൻ നേവിയിൽ നിന്ന് റിട്ടയർ ആയതാണ് അല്ലേ? അതെ, ഞാൻ നേവിയിലായിരുന്നു. വൈഫ് ആർമിയിലായിരുന്നു. അതെ, ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? നിങ്ങൾക്ക് 2 മക്കളാണ് അല്ലേ? ഒരാണും ഒരു പെണ്ണുമാണ്. പെൺകുട്ടീൻ്റെ മോളുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് തഞ്ചാവൂർ. അവൾക്ക് 2 കുട്ടികളുണ്ട്. അവരവിടെ ഒരു ബിസിനസ് ഫാമിലിയിലാണ് സെറ്റിലായിരിക്കുന്നത്. അതെ, അത് തമിഴ്നാട്ടിലേക്കാണ് കെട്ടിച്ചത് അല്ലേ? അതെ. അപ്പോൾ രാഹുലിനെ പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഇതാണ്. രാഹുൽ ഇപ്പോൾ എത്ര വയസ്സായി? രാഹുലിന് 35 വയസ്സായി. അപ്പോൾ നമുക്ക് ദൂരം പ്രശ്നമുണ്ടോ? ദൂരം പ്രശ്നമല്ല. കേരളത്തിൽ എവിടെ ആയാലും നമുക്ക് സ്വീകാര്യമാണ്. അതെ. പിന്നെ ഒരിതേ ഉള്ളൂ, അതായത് നമ്മളെ വീട്ടിലേക്ക് നമുക്കൊരു സാധാരണ പെൺകുട്ടിയാണ് ആവശ്യം. അതെ. 10 12 വരെ പഠിച്ച ഒരു കുട്ടിയുടെ ആവശ്യമുള്ളൂ. അതെ. നമുക്ക് വേറെ ജോലിക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള താല്പര്യങ്ങളൊന്നുമില്ല, സാമ്പത്തികവും താല്പര്യമില്ല, ഒന്നുമില്ല. പിന്നെ എന്തെങ്കിലും തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളാണെന്നതിൽ അവർക്ക് എന്തെങ്കിലും തൊഴിൽ ഉണ്ടാക്കി കൊടുക്കാനും നമുക്ക് പറ്റും. അതെ. ഇപ്പോൾ രാഹുൽ ഇപ്പോൾ ചെറുതായിട്ട് നമ്മളൊരു തേയിലേൻ്റെ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട് അല്ലേ? ആസാമെന്ന് തേയില എടുത്തിട്ട് അതിൻ്റെ ചെറിയൊരു ഓൺലൈൻ ബിസിനസ് കാര്യമൊക്കെ ഉണ്ട്. അതിപ്പോൾ രാഹുൽ തന്നെയാണ് നോക്കി നടത്തുന്നത്. ദിവസം അവൻ അവിടെ പോകുന്നതാണ്. ചാലപ്പള്ളിയാണ് അതിൻ്റെ ഓഫീസ് അല്ലേ? അതിൻ്റെ അവിടെ നിന്നാണ് അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വരുന്നതുകൊണ്ട് ലീവാക്കിയതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സാമ്പത്തിക ഭദ്രതയും കാര്യങ്ങളൊക്കെ ഉള്ള ഫാമിലി തന്നെയാണ്. അപ്പോൾ രാഹുൽ ജോലിക്ക് പോയിട്ടില്ലെങ്കിലും വരുന്ന കുട്ടിക്ക് യാതൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാകത്തില്ല. അപ്പോൾ അച്ഛനും അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ അവർ ഏജ് ആവുന്നതിനനുസരിച്ച് അവർക്ക് ടെൻഷൻ ഉണ്ടാകും. കാരണം ഒറ്റ മോനാണ് അവന്. നല്ലൊരു പാർട്ട്ണർ വരിക എന്നുള്ളത് എത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണല്ലോ. അപ്പോൾ അവനെ മനസ്സിലാക്കുന്ന, സ്നേഹിക്കുന്ന അങ്ങനെയുള്ളൊരു പാർട്ട്ണർ വന്നാൽ നിങ്ങൾക്കിവിടെ യാതൊരു ബുദ്ധിമുട്ട് കാര്യം ഉണ്ടാവില്ല. നല്ല ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോവാം. ജില്ലയൊന്നും പ്രശ്നമില്ല. അപ്പോൾ നമുക്കൊരു എത്ര വയസ്സ് വരെ നോക്കാം?
ഒരു 34 വയസ്സ് വരെ. 34 വരെയൊക്കെ നമുക്ക് നോക്കാം. വേറെ യാതൊരു ഡിമാൻഡ് കാര്യങ്ങളൊന്നും നമുക്ക് പറയാനില്ല കേട്ടോ. പാവപ്പെട്ട ഫാമിലി ആയാലും അങ്ങനെയുള്ള ഫാമിലി ആയാലൊന്നും നമുക്ക് കുഴപ്പമില്ല. പാർട്ട്ണറുടെ എഡ്യൂക്കേഷനോ കാര്യങ്ങളോ ഒന്നും നമ്മൾ നോക്കുന്നില്ല. നിങ്ങൾക്കിനിയിപ്പോൾ എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യണം, അങ്ങനെ എന്ത് താല്പര്യം ഉണ്ടെങ്കിലും അതിനൊക്കെ സപ്പോർട്ടീവ് ആയിട്ടുള്ള നല്ലൊരു ഫാമിലിയാണ് കേട്ടോ. രാഹുൽ 7ാം ക്ലാസ് വരെയാണ് പഠിച്ചതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അച്ഛൻ +2 വരെയുള്ളൊരു കുട്ടിയൊക്കെ ആയ സന്തോഷം എന്ന് പറഞ്ഞത്. അപ്പോൾ അവർ തമ്മിലൊരു ബാലൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ നല്ല എഡ്യൂക്കേഷനൊക്കെ ഉള്ളൊരു കുട്ടിയാണെങ്കിലും ഇവരുടെ ഈ ഫാമിലിയിൽ വന്നിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ പോകാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും വരാം. ഇപ്പോൾ താഴെ റൂംസൊക്കെ ഉണ്ടല്ലോ അല്ലേ? ബിസിനസ് ചെയ്യാൻ പറ്റിയ ബിൽഡിങ്സ് ഉണ്ട്. അതെ. അപ്പോൾ അവിടെ എന്തെങ്കിലും ബിസിനസ് ഈ ബിൽഡിംഗ് അല്ലാണ്ട് വേറെ ഉണ്ടോ? ഇല്ല, ഇതേ താഴത്തുള്ള അല്ലേ? 2-3 ഷട്ടറുണ്ട്. പിന്നെ അതിൻ്റെ മേളിൽ ഒരു വീടുണ്ട്. അതെ, അത് റെന്റിന് കൊടുത്തിരിക്കുക. അതെ. അപ്പോൾ അതിലൊക്കെ കച്ചവടവും കാര്യങ്ങളും ഒക്കെ ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുമ്പോട്ട് വരുന്നവർക്ക് യാതൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല വരുന്ന കുട്ടീനെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്ന ഉറപ്പുള്ള അങ്ങനെയുള്ള ഫാമിലിയാണ്. അപ്പോൾ അറിയാലോ, ഗവൺമെൻറ് സെക്ടറിൽ, അതായത് നമ്മുടെ എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മിലിറ്ററിയിലും നേവിയിലൊക്കെ വർക്ക് ചെയ്തവരാണ്. അപ്പോൾ അത്രത്തോളം അവർ ഇവിടെ ഒരു ബുദ്ധിമുട്ട് കാര്യമൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. പിന്നെ രാഹുലിൻ്റെ ഈ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു നമുക്കൊന്നും പറയാനില്ല. കാരണം അത് ജന്മന വരുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ അവനായാലും ഇപ്പോൾ വീട്ടുകാരായാലും അതിലവർക്ക് വിഷമമുണ്ട്. പക്ഷേ നല്ലൊരു പാർട്ട്ണറിനെ അവർക്ക് കണ്ടെത്താനുള്ളൊരു വഴി എന്നുള്ള രീതിയിലാണ് ഒരുപാട് കല്യാണാലോചനകൾ നമ്മൾ നോക്കിയെങ്കിലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കിട്ടുന്നില്ല. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ പെൺകുട്ടികൾ. അങ്ങനെ ഒരാളെ തേടി പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ പരമായിട്ട് ചെയ്യുന്നതും പറയുന്നതും ഒക്കെ കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് നിങ്ങളെ ഫാമിലിയിലോ നിങ്ങളെ അറിവിലോ കല്യാണം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായിട്ടോ സാമ്പത്തികമായിട്ട് പ്രശ്നമായിട്ടോ പിന്നെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കൈക്കോ കാലിനോ അങ്ങനെ എന്താ ചെറിയ ബുദ്ധിമുട്ടുള്ളത് നമുക്ക് പ്രശ്നമില്ല. പക്ഷേ മെൻ്റലി ഫിറ്റുള്ള ഒരാളാവണം. കാരണം ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഫോം പൂരിപ്പിക്കാനായാലും ഒരു ബാങ്കിൽ പോകാനായാലും അല്ലെങ്കിൽ അത്യാവശ്യം ഒന്ന് ഡ്രൈവ് ചെയ്യാനായാലും ഇവിടെ വണ്ടികളൊക്കെ ഉള്ളതാണ്. ഡ്രൈവ് ചെയ്യാനായാലും ഒക്കെ ഒരു ആപ്റ്റായിട്ടുള്ള ഒരാളാകുമ്പോഴാണ് ആ രാഹുലിനെ നല്ല രീതിയിൽ കൊണ്ട് നടക്കാനും ഇതിനൊക്കെ പറ്റുക. അതുകൊണ്ടാണ് ചെറിയൊരു മെൻ്റലി ഫിറ്റായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുള്ളവരൊക്കെ നമുക്ക് സ്വീകരിക്കുക. അതൊന്നും വിഷയമില്ല. പറഞ്ഞോളൂ. കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നാൽ കൃഷി സ്ഥലമുണ്ട്, അതിനും പറ്റും. അതെ, തീർച്ചയായിട്ടും. ഡിവോഴ്സ് ആയതോ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചതോ ആയ ആലോചനകൾ നമ്മൾ സ്വീകരിക്കാം അല്ലേ? ബാധ്യത ഇല്ലാത്തതായിരിക്കണം എന്നുള്ളതാണ്. ആദ്യ വിവാഹമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. ചില റീസൺ കൊണ്ട് അങ്ങനെ ഇതുള്ളതും ബാധ്യത ഇല്ലാത്തത് നമുക്ക് സ്വീകരിക്കാം കേട്ടോ. പിന്നെ നമ്മളെല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പലരും വിളിക്കുക. ഇപ്പോൾ പിന്നെ ബ്രോക്കർമാർ കാര്യങ്ങൾ അങ്ങനെ പല തരത്തിലുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ വിളിച്ചാൽ താല്പര്യമുള്ള ഡയറക്റ്റ് നോക്കുന്നതാണെന്ന് പറഞ്ഞാൽ, പിന്നെ അതേപോലെ എന്തെങ്കിലും രീതിയിലുള്ള ഫ്രോഡുകളോ കാര്യങ്ങളോ ഇപ്പം നിങ്ങളോട് പറയണ്ട. നിങ്ങൾക്ക് അതിനെ പറ്റിയൊക്കെ മിലിറ്ററിയിലും ഇതൊക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് അതിനെ പറ്റി നല്ല ബോധ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ വരുന്ന ഇത് എഴുതി വെച്ചിട്ട് ഇതിൽ നമ്പർ കൊടുക്കുമ്പോൾ ഡയറക്റ്റ് വിളിക്കുക. അപ്പോൾ എഴുതി വെച്ചിട്ട് നമുക്കതിനനുസരിച്ച് അന്വേഷിച്ചിട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ എത്രയും പെട്ടെന്ന് നല്ലൊരു പാർട്ട്ണർ വരട്ടെ. അത്രയല്ലേ ഉള്ളൂ. അച്ഛനെ വേറൊന്നും പറയാനില്ലല്ലോ. അതെ. രാഹുലിനോടൊന്നും ചോദിച്ചില്ല. രാഹുലേ, എങ്ങനെയുള്ള വധുവിനെയാണ് വേണ്ടേ? വണ്ടി ഓടിക്കാൻ അറിഞ്ഞിരിക്കണം. അത്രയേ ഉള്ളൂ രാഹുലിനെ. ഒരു യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇവരിപ്പോൾ അടുത്ത് കാശ്മീരിലും അവിടെയൊക്കെ പോയി വന്നതാണ്. അപ്പോൾ വണ്ടി ഓടിക്കുന്ന അറിഞ്ഞാൽ നല്ല രീതിയിൽ അവർക്ക് യാത്ര ചെയ്യാം. വണ്ടികളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ വരട്ടെ. വണ്ടിയുണ്ട്. രാഹുൽ ഇലക്ട്രിക് ബൈക്ക് അതിലാണ് പോവാറില്ലേ? അതെ അതെ അതെ. അപ്പോൾ അവിടെ എത്ര മണി വരെ ഉണ്ടാവും വർക്ക്? 12 വരും. അപ്പോൾ കൊറിയറൊക്കെ അയക്കാനുണ്ടാവും അല്ലേ? അയക്കാൻ അങ്ങനെയില്ല. അതെ, ഓർഡർ വരുന്നതനുസരിച്ച് അങ്ങനെ ചെയ്യുന്നതാണ്. രാഹുലിന് ഫ്രണ്ട്സൊക്കെ ഉണ്ടോ അങ്ങനെ പുറത്തൊക്കെ? പുറത്തില്ല, വഴിയിലെല്ലാം ഉണ്ട്. എല്ലാവരും കല്യാണം കഴിച്ചു പോയി. കുറേ പേര് ഇങ്ങനെ വെള്ളയിലും ഒക്കെ ഉണ്ട്. വെള്ളയിൽ പറഞ്ഞ സ്ഥലമാണ്. വെള്ളയിൽ അങ്ങോട്ട് പോകുന്നില്ലേ? ഇരുമ്പൊടി വഴി അങ്ങനെ അറിയത്തില്ല. അതെ 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 അതെ. അപ്പോൾ രാഹുലിന് എന്ത് പക്വത കുറവാണുള്ളത് എന്നാണ്. അങ്ങനെ അത്രയും കാര്യങ്ങളും ബോധ്യവും കാര്യങ്ങളും സംസാരമെല്ലാം ഒക്കെയാണ്. പിന്നെ പറയുമ്പോൾ നമ്മൾ ചെറുതായിട്ടത് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വലിയ വിഷയങ്ങളൊന്നും അല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് നേരിട്ട് കണ്ട് സംസാരിക്കുമ്പോൾ ഇതിൽ വിളിച്ച് നേരിട്ട് തന്നെ ജസ്റ്റ് ഒരു വീഡിയോ കണ്ട് മാത്രം മനസ്സിലാക്കാണ്ട് ഫോൺ ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് എൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും. രാഹുലിനെ അറിയാത്ത ആൾക്കാരോട് ഇല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവരുമായിട്ട് അത്രയും നല്ലൊരു ബന്ധം സൂക്ഷിക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു പാർട്ട്ണർ വേഗം തന്നെ വരട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ.
അപ്പോൾ ഫ്രണ്ട്സ്, അച്ഛനും രാഹുലും കാര്യങ്ങളെല്ലാം നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി പറയാണ്, ഇതിൽ ഈ വീഡിയോ കണ്ടിട്ട് ബ്രോക്കർമാർ വെറുതെ വിളിച്ചിട്ട് അലമ്പാക്കാൻ നിൽക്കരുത്. കാരണം ഇവരുടെ സാമ്പത്തിക സ്ഥിതിയും കാര്യമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു 2 പ്രൊഫൈൽ അയച്ചു കൊടുത്തിട്ട് ഒരു പൈസ വാങ്ങാമെന്നൊന്നും വിചാരിച്ചിട്ട് ആരും മുമ്പോട്ട് വരരുത്. ഇവർക്ക് അതിനൊന്നും പറ്റാഞ്ഞിട്ടല്ല ഇവർ നമ്മൾ ഡയറക്റ്റ് വിളിച്ച് ഇങ്ങനെ ഒരു ഇത് ചെയ്യുന്നത്. നേരിട്ട് ഒരാളെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് പറയേണ്ടി വരുന്നത് ചില കേസുകൾ മുമ്പ് ഉണ്ടായത് കൊണ്ടും അവരെന്നോട് വിളിച്ചിങ്ങനെ പറഞ്ഞത് കൊണ്ടുമാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞാൽ ആളുകളിലേക്ക്, കല്യാണം നോക്കുന്ന ആളുകൾ ഡയറക്റ്റ് വിളിക്കാൻ വേണ്ടിയും അവരിലേക്ക് ഇതെത്താൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ അങ്ങനെയുള്ള നമ്മളെ വീഡിയോ ഇപ്പോൾ ഏകദേശം കേരളത്തിലെ എല്ലാ ജില്ലയിലുള്ള ആൾക്കാർ കുറച്ച് കാണാറുണ്ട്. അപ്പോൾ കൂടുതലായിട്ടും പിന്നെ ഈ കല്യാണം നോക്കുന്ന പാവപ്പെട്ട ആൾക്കാരും അല്ലെങ്കിൽ അങ്ങനെ ഒരു രാഹുലിനെ ഇഷ്ടപ്പെട്ട് മുമ്പോട്ട് വരുന്ന നിങ്ങൾക്ക് തോന്നുന്ന ആളുകളിലേക്കുമാണ് നിങ്ങളത് കൂടുതലായിട്ട് എത്തിക്കേണ്ടത്. അപ്പോഴാണ് പെട്ടെന്ന് ഈ കല്യാണങ്ങളൊക്കെ നടക്കുക. ഇത് ജസ്റ്റ് ഒരു ഇതിന് കണ്ട് നിങ്ങൾ ഒഴിവാക്കുകയല്ല വേണ്ടത്. ഇത് ഒരാളുടെ ലൈഫാണ്. നമ്മൾ ഇത്രയും വിവാഹങ്ങൾ നടത്തിയത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇനി ഒരുപാട് വിവാഹങ്ങൾ നമുക്ക് നടത്തണം. ഓരോ വിവാഹവും നടക്കുമ്പോൾ ഓരോ ഫാമിലീൻ്റെ വലിയ വലിയ ആഗ്രഹങ്ങൾ നമുക്ക് ചെറിയൊരു വീഡിയോയിലൂടെ സാധിക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. നമ്മളൊരു പ്രൊഫഷൻ എന്നുള്ളതിനുപരി ഇതൊരു ഭയങ്കര ഒരു ആ ഒരു സംഭവമാണ്. കാരണം കല്യാണം എന്ന് പറയുന്നത് പലർക്കും ഒരു താങ്ങാണ്. അവർക്ക് പിന്നെ ഒരുപാട് വർഷമായിട്ടുള്ള അവരുടെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാവലാണ്. അപ്പോൾ അതിന് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക. എത്ര ദൂരം വേണമെങ്കിലും ഇതിനു വേണ്ടി സഞ്ചരിക്കാൻ നമ്മൾ റെഡിയാണ്. അപ്പോൾ കോഴിക്കോടുള്ളത് ഞാൻ ഈ പത്തനംതിട്ട എത്തി. ഇവിടുന്ന് ഇനി കൊല്ലം, തിരുവനന്തപുരം ഒക്കെ പോകാനുണ്ട്. ഇതൊക്കെ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. അങ്ങനെയുള്ള ആളുകളിലേക്ക് എത്തിച്ചിട്ട് രാഹുലിൻ്റെ കല്യാണം നടക്കുന്നതെന്നുള്ള വിവരം അറിയിക്കുമ്പോഴുള്ള ആ സന്തോഷം അത് നിങ്ങളോട് എത്രയും പെട്ടെന്ന് പങ്കുവെക്കാൻ സാധിക്കട്ടെ. അപ്പോൾ നിങ്ങൾ ബന്ധപ്പെടുക. പിന്നെ നല്ലപോലെ അന്വേഷിച്ചിട്ട് ചെയ്യണം. ഇവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൂട്ടർ അന്വേഷിച്ച് ചെയ്യണം. കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. കോൾസ് വരുമ്പോൾ അതിനനുസരിച്ച് അന്വേഷിച്ച് തന്നെ ചെയ്യണം കേട്ടോ. ഓക്കെ.